ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. അങ്ങനെ ശബരിയുടെ ഉപദേശമനുസരിച്ച് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോടൊത്ത് കിഷ്കിന്ധയിലേക്ക് പ്രവേശിക്കുകയാണ്. പമ്പാ നദീതീരത്ത് മനോഹരമായ പമ്പാ സരസ്സും അവിടുത്തെ പ്രകൃതി സൗന്ദര്യവും കണ്ട് ശ്രീരാമചന്ദ്രൻ വിലപിച്ചു. ഭരതൻ്റെ ദുഃഖം കൊണ്ടും സീതാപഹരണം കൊണ്ടും ശോകസന്തപ്തനായ ശ്രീരാമചന്ദ്രനെ ആദികൾ അലട്ടുകയാണ്. ഇത്ര സുന്ദരമായ പമ്പ, ഇത്രയും ദുഃഖങ്ങൾ അനുഭവിക്കുന്ന എനിക്ക് പോലും ഇത്ര നന്നായി, ഇത്ര മനോഹരമായി തോന്നുന്നുവെങ്കിൽ ഒറ്റയ്ക്ക് കഴിയുന്ന സീതയുടെ അവസ്ഥ എന്തായിരിക്കും? കാമവർദ്ധകമായ മന്ദമാരുതൻ വീശുന്ന പമ്പാ സരസിന് തീരത്തൂടെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും നടക്കുന്നു. ശ്രീരാമചന്ദ്രൻ ഓരോ കാഴ്ചകൾ കണ്ട് വിലപിച്ചുകൊണ്ടാണ് നടന്നിരുന്നത്. ഇങ്ങനെ വിശിഷ്ട ആയുധങ്ങൾ ധരിച്ചവരും വീരന്മാരും മഹാത്മാക്കളുമായ രാമലക്ഷ്മണന്മാരെ ദൂരെ നിന്നും അവിടെ താമസിച്ചിരുന്ന സുഗ്രീവാദി വാനരന്മാർ കണ്ടു. ഋഷ്യമുഖത്തിനടുത്തുകൂടി സഞ്ചരിച്ചു കൊണ്ടിരുന്ന കരുത്തനായ വാനര നായകൻ സുഗ്രീവൻ അത്ഭുത ദർശനരായ അവരിരുവരെയും കണ്ട് നടുങ്ങി. അദ്ദേഹം അവരെ കണ്ട് ഭയത്തിൽ മുങ്ങി. അവർക്ക് സദാ സുഖവും ശരണവും അരുളുന്ന ഋഷ്യമുഖ ആശ്രമത്തെ പ്രാപിച്ചു. കരുത്തരായ അവരെ കണ്ട് കവിമാരുടെ മനം നിലയ്ക്ക് നിന്നില്ല. വല്ലാതെ പേടിയാണ്ട സുഗ്രീവൻ വാനരന്മാരുമായി കൂടിയാലോചിച്ചു. ആ ബാലി പറഞ്ഞയച്ചിട്ട് ഇവർ കൊടുങ്കാറ്റിൽ വന്നതായിരിക്കും തീർച്ച. ബാലിയുടെ ചതി ശങ്കിച്ച് പേടിച്ച് സുഗ്രീവനോട് ഹനുമാൻ അറിയിച്ചു, ബാലിയെ ചൊല്ലിയുള്ള അങ്ങയുടെ ഭയം അങ്ങും മറ്റുള്ളവരും വെടിയുക. ഇത് മലയഗിരിയാണ്. ഇവിടെ ബാലിയിൽ നിന്ന് ഭയം വേണ്ട. ഹരിശ്രേഷ്ഠ, അങ്ങ് ആരെ പേടിച്ചോടിപ്പോന്നോ ആ ക്രൂരമുഖനായ ക്രൂരൻ ബാലിയെ ഇവിടെ കാണുന്നില്ല. ഏത് പാപിയായ ജ്യേഷ്ഠനിൽ നിന്നാണോ അങ്ങയ്ക്ക് ഭയം, ദുഷ്ടാത്മാവായ ബാലി ഇവിടെ ഇല്ല. അങ്ങയ്ക്ക് ഭയമൊന്നും ഞാൻ കാണുന്നില്ല. ഹനുമാന്റെ ഈ ശുഭവാക്കുകൾ കേട്ട് അതിലും ശുഭതരമായിട്ട് ഈ വിധം പറഞ്ഞു സുഗ്രീവൻ. ദീർഘബാഹുക്കളും വിശാലാക്ഷരും ശരചാപാസിധാരികളും ആയ ഇവരെ കണ്ടാൽ ആർക്ക് തന്നെ ഭയമുണ്ടാകില്ല. ഈ പുരുഷോത്തമന്മാർ ബാലിയാൽ അയക്കപ്പെട്ടവരാണെന്ന് തോന്നുന്നു. രാജാക്കന്മാർക്ക് പല മിത്രങ്ങളും ഉണ്ടാകും. അവരിൽ വിശ്വാസം ഉചിതമല്ല. എല്ലാം കാണുന്ന മന്നൻ വൈരികളെ കൊല്ലും. കപടമില്ലാത്ത ആളുകൾ അവരെ അറിഞ്ഞിരിക്കണം. നീ പ്രാകൃത വേഷം കൊണ്ടുപോയി ചേഷ്ടാഭേദങ്ങൾ, രൂപം, സംഭാഷണം ഇവ കൊണ്ട് അവരെ അറിയണം. അവരുടെ ഉദ്ദേശം മനസ്സിലാക്കണം. അവർ ശുദ്ധാത്മാക്കളാണോ എന്ന് നീ അറിയണം. ദുഷ്ടരെങ്കിൽ സംഭാഷണം കൊണ്ടും രൂപം കൊണ്ടും അറിയാനൊക്കും. അങ്ങനെ ആവട്ടെ എന്ന് സാദരം സ്വീകരിച്ച് ഹനുമാൻ മഹാബലരായ രാമലക്ഷ്മണന്മാർ വാഴുന്നിടത്തേക്ക് പുറപ്പെട്ടു. മഹാത്മായ സുഗ്രീവന്റെ വാക്കുകേട്ട് ഹനുമാൻ ഋഷ്യമുഖത്തിൽ നിന്ന് രാഘവന്മാരുടെ അടുത്തേക്ക് ചാടി. മരുത പുത്രനായ ഹനുമാൻ ചതി ശങ്കിച്ച് കപിവേഷം മടിഞ്ഞ് ഭിക്ഷുരൂപം കൊണ്ടു വിനീതനായി അടുത്ത് എന്ന്. രാജർഷികൾക്കും ദേവകൾക്കും തുല്യരും താപസരും വ്രതനിഷ്ഠരും ഉത്തമ വർണ്ണികളുമായ നിങ്ങൾ ഈ പ്രദേശത്ത് വന്നതെങ്ങനെ? മൃഗങ്ങളെയും മറ്റ് വനവാസികളെയും ഭയപ്പെടുത്തിക്കൊണ്ടും പമ്പാതീരതിരക്കളെയൊക്കെ നോക്കിക്കൊണ്ടും
ശുദ്ധജലയായ ഇന്ത്യയെ ശോഭിപ്പിച്ചുകൊണ്ടും വരുന്ന തേജസ്സുകളും ധീരന്മാരും ചീരധാരികളും സ്വർണവർണ്ണരുമായ നിങ്ങളിരുവരും ആരാണ്? കമലനേത്രരും ജടാധാരികളും പരസ്പര സദൃശരും ദേവലോകത്തു നിന്ന വീരരുമായ നിങ്ങൾ ഇവിടെ വന്നു പെട്ടത് എങ്ങനെ? എതിർച്ചയാ ഭൂമിയിലെത്തിയ ചന്ദ്രസൂര്യന്മാരെ പോലെയുള്ളവരും വിരിഞ്ഞ മാർദ്ദവരും സിംഹസ്കന്ധരും മഹോത്സാഹികളും മതമാണ്ട വൃക്ഷങ്ങളെ പോലെയുള്ളവരും ദേവരൂപികളുമായ മനുഷ്യരല്ലോ നിങ്ങൾ. നീണ്ടുരുണ്ട പരിഘം പോലെയുള്ള കൈകൾ സർവാലങ്കാര യോഗ്യങ്ങളെങ്കിലും എന്തുകൊണ്ടാണ് അലങ്കരിക്കപ്പെടാത്തത്? ഇങ്ങനെ സംസാരിക്കുന്ന എന്നോട് എന്താണൊന്നും മിണ്ടാത്തത്? സുഗ്രീവൻ എന്നു പേരായ ധർമാത്മാവായ വാനരോത്തമനുണ്ട്. സോദരന്റെ ചതി കൊണ്ട് ആ വീരൻ ദുഃഖമാണ്ട് ലോകത്തിൽ അലയുന്നു. വാനർക്കരജനും മഹാത്മാവുമായ സുഗ്രീവനാൽ അയക്കപ്പെട്ടു വന്നവനാണ് ഞാൻ. ഹനുമാൻ എന്നു പേരേണ്ട വാനരനാണ് ഞാൻ. നിങ്ങളുമായി ആ ധർമാത്മാവ് സഖ്യം ഇച്ഛിക്കുന്നു. അവൻ്റെ സജീവനും വായുപുത്രനുമായ വാനരനാണ് ഞാനെന്നറിഞ്ഞാലും സുഗ്രീവന്റെ പ്രിയത്തിനായ ഭിക്ഷുരൂപം കൊണ്ട് ഋഷിമുഖത്തിൽ നിന്ന് ഇവിടെ വന്നെത്തിയ വേഗമേറിയ കാമരൂപിയാണ് ഞാൻ. രാമലക്ഷ്മണന്മാരോട് ഇങ്ങനെ പറഞ്ഞ വാക്യകോശലനായ ഹനുമാൻ പിന്നെയൊന്നും മിണ്ടിയില്ല. അവൻ്റെ വാക്കുകേട്ട് പ്രസന്നമുഖനായ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, മഹാത്മാവായ കവീന്ദ്രൻ സുഗ്രീവന്റെ സജീവനാണിവൻ. ഇവനെ തേടുന്ന എന്നടുത്ത് ഇവൻ എത്തിയിരിക്കുന്നു. അതിനാൽ ലക്ഷ്മണ, നീ സുഗ്രീവ സജീവനും പരന്തപനും വാക്യജ്ഞനുമായി കവിയോട് മധുരമായി സ്നേഹത്തോടെ സംസാരിക്കുക. ഋഗ്വേദവും യജുർവേദവും സാമവേദവും പഠിക്കാത്തവൻ ഇങ്ങനെ സംഭാഷണം ചെയ്യാനാവില്ല. വ്യാകരണമെല്ലാം ഇവൻ പലവാർ കേട്ടിരിക്കുന്നു. നിശ്ചയം ഒട്ടേറെ സംസാരിച്ചെങ്കിലും അതിൽ യാതൊരു അപശബ്ദവുമില്ല. മുഖത്തോ കണ്ണുകളിലോ നെറ്റിയിലോ പുരുകത്തിലോ മറ്റേതെങ്കിലും അവയവത്തിലോ യാതൊരു തെറ്റോ കുറ്റമോ കാണുന്നില്ല. ശബ്ദശുദ്ധിയോടെ തടവില്ലാതെ ഹൃദയാഹ്ലാദകമായി അത്ഭുതകരമായ മംഗളവാക്യങ്ങൾ ചൊല്ലുന്നു. ഈ വാക്കുകേട്ട് സൗമിത്രി മാരുതിയോട് പറഞ്ഞു, വിദ്വാൻ, മഹാത്മാവായ സുഗ്രീവന്റെ ഗുണങ്ങൾ ഞങ്ങൾക്കറിയാം. വാനരാധിപനായ സുഗ്രീവനെ തന്നെ തേടുകയാണ് ഞങ്ങൾ. ഹനുമാൻ, സുഗ്രീവ വചനമനുസരിച്ച് നീ എന്ത് ഞങ്ങളോട് പറഞ്ഞുവോ അത് നീ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യുന്നതാണ്. ഉചിതമായ വാക്കുകേട്ട് സന്തോഷം കൊണ്ട പവനപുത്രൻ ജയപ്രാപ്തിയിൽ മനസ്സുവെച്ച് അവരുമായി സഖ്യം ചെയ്യാൻ ആഗ്രഹിച്ചു. അവൻ്റെ വാക്കും മധുരഭാവവും കണ്ടും കാര്യം നേടാൻ പോകുന്നവൻ എന്ന് തോന്നി സന്തോഷമാർന്ന ഹനുമാൻ മനസ്സാ സുഗ്രീവനെ പ്രാപിച്ചു. കാര്യം കാണാൻ കഴിവുള്ള ഇദ്ദേഹം വന്നു ചേർന്നുകൊണ്ട് മഹാത്മാവായ സുഗ്രീവൻ രാജ്യലാഭം ഉണ്ടാകും. എന്നിട്ട് അത്യന്തം സന്തുഷ്ടനായി രാമനോട് പറഞ്ഞു, പലതരം പാമ്പുകളും മൃഗങ്ങളും നിറഞ്ഞ പമ്പാവന മണ്ഡിതമായ ഈ കൊടുങ്കാട്ടിൽ അനുജനൊത്ത് വന്നത് എന്തിന്? ഹനുമാന്റെ ചോദ്യം കേട്ട് ലക്ഷ്മണൻ പറഞ്ഞു, തേജസ്വിയും ധർമ്മശീലനുമായ ദശരഥൻ എന്ന് പേരാണ്ട രാജാവ് നിത്യവും സ്വധർമ്മത്താൽ ചതുർവർണ്ണങ്ങളെയും പാലിച്ചു പോന്നു. അദ്ദേഹത്തെ ദേഷിക്കുന്നവരാരുമില്ല. അദ്ദേഹം ആരെയും ദേഷിക്കാറുമില്ല. അദ്ദേഹം സർവ്വഭൂതങ്ങൾക്കും ഒരു പിതാമഹനെപ്പോലെയായിരുന്നു. ധാരാളം ദക്ഷിണകളോട് അദ്ദേഹം അഗ്നിഷ്ടോമാദി യാഗങ്ങൾ ചെയ്തു. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണിത്. രാമൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ദശരഥപുത്രന്മാരിൽ ജ്യേഷ്ഠനും ഗുണശ്രേഷ്ഠനുമായ ഇദ്ദേഹം സർവർക്കും ശരണ്യനും പിതൃദേശകാരിയുമാണ്. രാജലക്ഷണയുക്തനും രാജ്യസമ്പന്നനുമായ ഇദ്ദേഹം രാജ്യത്തിൽ നിന്ന് ഭ്രഷ്ടനായി വനത്തിൽ വാഴാൻ എന്നോടത്ത് ഇവിടെ എത്തിയിരിക്കുകയാണ്. ദിനാന്തത്തിൽ പ്രഭയാൽ അനുഗതയായ ദിവാകരനെ പോലെ ഭാര്യയായ സീതയാൽ അനുഗതനായിട്ടാണ് ഇദ്ദേഹം ഇവിടെ വന്നത്. കൃതജ്ഞനും ബഹുജ്ഞനുമായ അദ്ദേഹത്തിൻ്റെ ഇളയ അനുജനായ ഞാൻ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളുടെ ദാസനായി കൂടെ പോന്നു. ലക്ഷ്മണൻ എന്നാണ് എൻ്റെ പേര്. സുഖാർഹനും മഹാർഹനും സർവഭൂത ഹിതഹാരിയുമായ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഏകാന്തത്തിൽ കാമരൂപിയായ ഒരു രാക്ഷസൻ അപഹരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മോഷ്ടിച്ച രാക്ഷസൻ ആരാണെന്ന് അറിഞ്ഞുകൂടാ. ദിതിയുടെ പുത്രൻ ധനു എന്നവൻ ശാപത്താൽ രാക്ഷസം പ്രാപിച്ചവൻ എന്നറിഞ്ഞു. വാനരാധിപനായ സുഗ്രീവൻ സമർത്ഥനാണെന്ന് നിന്റെ ഭാര്യയെ അവഹരിച്ച അവൻ അറിയാം എന്നും പറഞ്ഞു. തിളക്കമാണ്ട് നാഗം പൂകി ധനു ചോദിക്കുന്നു, നിന്നോട് എല്ലാം ഉള്ളതുപോലെ പറഞ്ഞു. ഞാനും ജ്യേഷ്ഠനും സുഗ്രീവനെ ശരണം പ്രാപിച്ചവരാണ്.
വിത്തം ദാനം ചെയ്തും നിസ്തുല കീർത്തി നേടിയും പണ്ട് ലോകനാഥനായിരുന്ന ഇദ്ദേഹം ഇപ്പോൾ സുഗ്രീവനെ നാഥനായി കിട്ടാൻ ആഗ്രഹിക്കുന്നു. സീതയുടെ ശുശ്രനും ശരണ്യനും ധർമ്മവത്സലനുമായ ദശരഥന്റെ പുത്രനും ശരണ്യനുമായ ഇദ്ദേഹം സുഗ്രീവനെ ശരണമടഞ്ഞിരിക്കുന്നു. കണ്ണുനീരോട് ദീനമായ സൗമിത്രി ഈ വിധം ചൊൽകെ ഹനുമാൻ മറുപടി ഓതി, ഇമ്മാതി ബുദ്ധിമാന്മാരും ജിതക്രോധരും ജിതേന്ദ്രിയവുമായവരാണ് വാനരേന്ദ്രൻ കാണേണ്ടത്. ഭാഗ്യത്താൽ അവർ കൺമുന്നിലെത്തി. അദ്ദേഹവും രാജ്യഭ്രഷ്ടനാണ്, ബാലിയുമായി വൈരത്തിലാണ്. ഏട്ടൻ നാട്ടിൽ നിന്ന് ഓടിച്ചു, ഭാര്യയും നഷ്ടപ്പെട്ടു, കാട്ടിൽ പേടി പൂണ്ട് കഴിയുന്നു. സൂര്യപുത്രനായ സുഗ്രീവൻ ഞങ്ങളോടൊത്ത് സീതാന്വേഷണത്തിൽ നിങ്ങൾക്ക് സഹായം ചെയ്യും. ഇങ്ങനെ മധുരമായും മൃദുവായും പറഞ്ഞ ശേഷം നമുക്ക് സുഗ്രീവ സമീപം പോകാം. ഈ മാരുതി സഹർഷം പറയുന്നു നോക്കിയാൽ അവനും കാര്യം കാണാനാണ് വന്നിരിക്കുന്നത്. ജ്യേഷ്ഠ, അങ്ങ് കൃതജ്ഞനാകുന്നു. മുഖം തെളിഞ്ഞ് വ്യക്തമായി സഹർഷം സംസാരിക്കുന്ന മത്സുതനായ ഈ വീരൻ പറയുന്നത് പൊളിയല്ല എന്ന് ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു. വാനരൂപം പടിഞ്ഞ് ആ വീരന്മാരെ പുറത്തെറ്റി കവിശ്രേഷ്ഠൻ സുഗ്രീവൻ സമീപത്തേക്ക് പോയി. അവിടെ ചെന്ന് സുഗ്രീവനെ പറഞ്ഞു മനസ്സിലാക്കി. സുഗ്രീവന്റെ സംശയങ്ങളെല്ലാം ശ്രീരാമചന്ദ്രൻ തീർത്തു കൊടുക്കുന്നു. ബാലിയെ കൊല്ലാനുള്ള കഴിവുണ്ടോ എന്നുള്ള സംശയങ്ങൾ ശ്രീരാമൻ തീർത്തു കൊടുക്കുന്നു. തുടർന്ന് സുഗ്രീവനുമായി അഗ്നിയെ സാക്ഷിയാക്കി സഖ്യം ചെയ്യിക്കുന്നു ഹനുമാൻ. രാമൻ പ്രതിജ്ഞ ചെയ്യുന്നു, സുഗ്രീവന് ബാലിയിൽ നിന്ന് രാജ്യം തിരിച്ച് വാങ്ങിക്കൊടുത്തിരിക്കും. എൻ്റെ ജ്യേഷ്ഠനായിരുന്നു ബാലി. അദ്ദേഹം സുന്ദരമായി രാജ്യം ഭരിക്കുകയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ആ മഹാരാജ്യം അദ്ദേഹം ഭരിക്കെ എപ്പോഴും താഴ്മയോടെ കിങ്കരനെ പോലെ ഞാൻ നിലകൊണ്ടിരുന്നു. ഒരിക്കൽ ദുന്ദുബിയുടെ മൂത്തമകൻ മായാവി എന്നൊരു കരുത്തൻ ബാലിയുമായി വൈരത്തിലായി. കിഷ്കിന്ധയുടെ വാതിൽക്കൽ വന്ന് കോപത്തോടെ അലറി ബാലിയെ പോരിന് വിളിച്ചു. ഉറങ്ങിക്കിടക്കെ അലർച്ചയുടെ കടുത്ത നാദം ബാലിക്ക് സഹിച്ചില്ല. അവനുടനെ ചാടിപ്പുറപ്പെട്ടു. സ്നേഹം കൊണ്ട് ഞാനും ബാലിയുടെ കൂടെ പുറപ്പെട്ടു. എന്നെയും ജ്യേഷ്ഠനെയും കണ്ട് പേടിപൂണ്ട് കുതിച്ചോടി. അവൻ ഓടിയപ്പോൾ ഞങ്ങളും വേറെ വേഗത്തിൽ പിന്നാലെ പാഞ്ഞു. അപ്പോൾ ചന്ദ്രനുദിക്കിയാൽ വഴിക്ക് വെളിച്ചവും കിട്ടി. ആ അസുരൻ ഒരു വലിയ ഗുഹയിൽ പ്രവേശിച്ചു. ബാലി പറഞ്ഞു, സുഗ്രീവ, നീ ഗുഹയുടെ വാതിൽ കാവൽ നിൽക്കുക. ഞാൻ അകത്തെത്തി വൈരിയെ കൊല്ലൂ. ഒരു കൊല്ലക്കാലം നിലയുറച്ച ശേഷവും അവനെ കാണാൻ സ്നേഹം കൊണ്ട് എനിക്ക് സംഭ്രമമായി. ജ്യേഷ്ഠനെ കാണാകയാൽ എൻ മനസ്സിൽ ആപത്ശങ്ക ഉദിച്ചു. എന്നിട്ട് ഏറെ നാൾ കഴിഞ്ഞ് ബിലത്തിൽ നിന്ന് പതിച്ച ചെഞ്ചോര വരുന്നത് കണ്ട് ഞാൻ അതീവ ആർത്തനായി. അസുരന്മാർ അരളുന്ന ഒച്ച കാതിൽപ്പെട്ടു. ജ്യേഷ്ഠൻ പോരിലേർപ്പെട്ട് കേഴുന്ന ശബ്ദം പോലും കേട്ടതുമില്ല. ലക്ഷണം കൊണ്ട് ജ്യേഷ്ഠൻ മരിച്ചു എന്ന് ഞാൻ കരുതി. കുന്നിനത്തൊരു പാറയെടുത്ത് ബിലദ്വാരം അടച്ചു. എന്നിട്ട് ശോകാർത്തനായി ഉദകദാനവും ചെയ്ത് കിഷ്കിന്ധയിൽ തിരിച്ചെത്തി. ഞാനത് മറച്ചു വെച്ചിട്ടും മന്ത്രിമാർ ഒരു മട്ട അറിഞ്ഞു. എന്നിട്ട് അവരോടൊത്തുചേർന്ന് എന്നെ അഭിഷേകം ചെയ്തു. രാമ, ഞാൻ ന്യായമായി നാടുപാലിക്ക് ദാനവനെ കൊന്ന് ബാലി മടങ്ങിയെത്തി. ഞാൻ അഭിഷക്തനായി എന്ന് കണ്ട് കോപം കൊണ്ട് വലങ്ങിയ കണ്ണോടെ അവൻ എൻ്റെ മന്ത്രിമാരെ ബന്ധിച്ച് പരിഷം പറഞ്ഞു. അവനെ കൊല്ലാൻ എനിക്ക് കഴിയുമായിരുന്നെങ്കിലും ജ്യേഷ്ഠനാണെന്നല്ലോ എന്ന ഗൗരവബുദ്ധി കൊണ്ട് ആ പാപിയുടെ നേരെ എൻ്റെ ബുദ്ധി ആ വിധം പ്രവർത്തിച്ചില്ല. വൈരിയെ കൊന്ന് ജ്യേഷ്ഠൻ പട്ടണത്തിൽ പ്രവേശിച്ചു. ആ മഹാത്മാവിനെ മാനിച്ച് ഞാൻ യഥായോഗ്യം അഭിവാദനം ചെയ്തു. എന്നാൽ അവൻ മനം തെളിഞ്ഞ് എന്നെ ആശീർവദിച്ചില്ല. നാഥ, ഞാൻ കുമ്പിട്ട് കിരീടം കൊണ്ട് അവൻ്റെ കാൽ തൊട്ടു. എന്നിട്ടും ബാലി കോപം കൊണ്ട് എന്മേൽ കലിഞ്ഞില്ല. വന്നെത്തിയ ബാലിയെ
ഹിതം കരുതി ഞാൻ പ്രസാദിപ്പിക്കുവാൻ നോക്കി. സ്നേഹപൂർവം ബാലിക്കരികിലേക്ക് എന്നോട് നീ കൊള്ളരുതാത്തവൻ എന്നും പറഞ്ഞ് ശകാരിച്ച് തോന്നിയതൊക്കെ പറഞ്ഞു. ഘോരമായ ബലത്തിൽ ഞാൻ കയറി. ബാലി എന്നെ കൊല്ലുവാനായി പുറകെ ഓടിയെത്തി. ഇവനെ കൊല്ലാതെ എനിക്ക് തിരിച്ചു വരാൻ കഴിയുകയില്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ ബാലിക്ക് കയറാൻ കഴിയാത്ത ഈ ബിലത്തിൽ കയറിപ്പെട്ടു. ബാലിയുടെ കഥ കേട്ട്, സുഗ്രീവനിൽ നിന്ന് ബാലിയുടെ കഥ കേട്ട് രാമൻ പ്രതിജ്ഞ ചെയ്തു, സുഗ്രീവന് കിഷ്കിന്ധ തിരിച്ചു കൊടുത്തിരിക്കും. രാമൻ്റെ പ്രചോദനത്താൽ സുഗ്രീവൻ ചെന്ന് ബാലിയെ പോരിന് വിളിച്ചു. ഒടുവിൽ ബാലിയുമായിട്ടുണ്ടായ ഘോരമായ യുദ്ധത്തിനൊടുവിൽ മറഞ്ഞു നിന്ന് ശ്രീരാമൻ ബാലിയെ അമ്പെയ്ത് വധിക്കുന്നു. രാജ്യം കിഷ്കിന്ധ രാജ്യം സുഗ്രീവന് സമർപ്പിക്കുന്നു. അമ്പേറ്റ് വീണ ബാലി ശ്രീരാമചന്ദ്രനോട് ചോദിക്കുന്നു, അങ്ങ് എന്തിനാണ് എന്നെ ഒളിഞ്ഞു നിന്ന് അമ്പെയ്തത്? അത് ഒരു രാജാവിന് ഹിതകരമായ കാര്യമല്ലല്ലോ. ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഒരു മൃഗത്തെ വധിക്കുന്നത് നേരെ മുമ്പിൽ ചെന്നിട്ടില്ല. അലറി വരുന്ന കാട്ടാനയെ വധിക്കുവാൻ മറഞ്ഞു നിന്ന് തന്നെയാണ് അസ്ത്രമെയ്യേണ്ടത്. നേരെ നിന്നല്ല ഒരു കാട്ടാനയെ വധിക്കേണ്ടത്. ഒരു മൃഗത്തെ വധിക്കേണ്ട തത്വമാണ് ഞാൻ അംഗീകരിച്ചത്. അതാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഞാൻ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല. നീ വധിക്കപ്പെടേണ്ടവൻ തന്നെയാണ് എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രൻ ബാലിയെ അനുഗ്രഹിച്ച് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര നടത്തി. ബാലിയുടെ യഥാവിധി സംസ്കാരവും നടത്തി. ശ്രീരാമചന്ദ്രൻ ബാലിയോട് പറഞ്ഞു, സുഗ്രീവനോട് പറഞ്ഞു, വളരെ കാലം കഴിഞ്ഞ് വീണ്ടും കിട്ടിയ ഭാര്യയോടൊത്ത് 4 മാസം നീ സുഖകരമായി താമസിക്കുക. 4 മാസം ഞാൻ ചാതുർമാസ വ്രതം അനുഷ്ഠിച്ച് മഴക്കാലം കഴിയുന്നവരെ കാത്തിരിക്കാം. മഴക്കാലം കഴിഞ്ഞ് വീണ്ടും നമുക്ക് കാണാം. ബാലിയെ വധിച്ച് സുഗ്രീവനെ വാഴിച്ച് മാല്യവാൻ പർവ്വതത്തിൽ പാർക്കുന്ന രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, മഴ പൊടിക്കുന്ന കാലം ഇതാ വന്നുപോയി. മലകൾക്കൊത്ത മുകിലുകൾ കൊണ്ട് മാനം മൂടിയിരിക്കുന്നത് നോക്കുക. കതിരോവൻ്റെ കിരണങ്ങൾ കൊണ്ട് കടലിലെ രസം കുടിച്ച് 9 മാസം ധരിച്ച ഗർഭം രസായനമായി വിണ്ടലം പ്രസവിക്കുന്നു. മുകിലുകളാകുന്ന കോണിപ്പടികൾ വഴി വാനിലേറി മധുകു കുടകപ്പാലമാലകൾ കതിരോനിൽ ചാർത്താൻ കഴിയും. അന്തിച്ചുവപ്പിൽ തുടുത്ത് അറ്റങ്ങൾ വെളുത്ത നനഞ്ഞ മുകിൽ തുണികൾ കൊണ്ടു മാനം മുറിവ് കെട്ടിയതുപോലെയായി. തൈത്തന്നലാകുന്ന നെടുവീർപ്പും അന്തിയാകുന്ന ചന്ദനരാഗവും വിളറിയ കാറ്റും കൊണ്ട് വാനം കാമാർത്ഥമെന്നതുപോലെയായി. എത്ര മനോഹരമായി വാൽമീകി രാമായണത്തിൽ എത്രയോ കാലം മുമ്പ് പറഞ്ഞിരിക്കുന്നു. മഴ പൊഴിയുന്നത് കതിരോവൻ്റെ കിരണങ്ങൾ കൊണ്ട് കടലിലെ രസം 9 മാസം വായുവിൽ തങ്ങിയ ശേഷം ആ ജലമാണ് മഴയായി കീഴ്പോട്ട് വരുന്നത് എന്ന്. ഒടുവിൽ മഴക്കാലവും കഴിഞ്ഞ ശേഷം രാമലക്ഷ്മണന്മാർ സുഗ്രീവനെ വീണ്ടും ഉത്ബോധിപ്പിക്കണം എന്ന് തീരുമാനിച്ചു. അതേസമയം തന്നെ ഹനുമാൻ സുഗ്രീവനോട് പറഞ്ഞു, ഇനി നമുക്ക് ശ്രീരാമചന്ദ്രനെ സഹായിക്കേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വാനരന്മാരെ എല്ലാവരെയും വിളിച്ചു വരുത്തേണ്ടതുണ്ട്.
എല്ലാ വാനരന്മാരെയും വിളിച്ചു വരുത്തുമ്പോഴാണ് ലക്ഷ്മണൻ കോപത്തോടെ എത്തിച്ചേരുന്നത്. ഹനുമാൻ സുഗ്രീവൻ്റെ മുന്നിൽ അന്വേഷണം തുടങ്ങണം എന്ന് ശ്രീരാമനെ താരയാൽ സാന്ത്വനിപ്പിച്ച് എല്ലാ വാനരന്മാരും എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ശ്രീരാമചന്ദ്രൻ്റെ മുന്നിലേക്ക് പോകാം. എല്ലാവരെയും നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് പറഞ്ഞുവിട്ട് സീതാന്വേഷണം തുടങ്ങാം എന്ന് സുഗ്രീവൻ പറയുന്നു. പിന്നെ സുഗ്രീവൻ വാനരസേനയോടൊത്ത് ശ്രീരാമചന്ദ്രൻ്റെ മുന്നിലെത്തുകയും അവിടെ നിന്ന് നീലാദികളായ വാനരന്മാരെ പല സ്ഥലങ്ങളിലേക്ക് പറഞ്ഞ് വിടുകയും ചെയ്തു. ഒരു വിഭാഗത്തെ പടിഞ്ഞാറ് ദിക്കിലേക്കും, ഒരു വിഭാഗത്തെ കിഴക്ക് ദിക്കിലേക്കും, ഒരു ഭാഗത്തെ വടക്ക് ദിക്കിലേക്കും, ഒരു ഭാഗത്തെ തെക്ക് ദിക്കിലേക്കും പറഞ്ഞയച്ചു. ജാംബവാൻ, ഹനുമൻ, ബാലിപുത്രൻ തുടങ്ങിയവരെ എല്ലാവരെയും കിഴക്ക് ദിക്കിലേക്കാണ് പറഞ്ഞുവിട്ടത്. കാര്യം നേടാൻ സമർത്ഥനാണ് വാനരോത്തമനായ ഹനുമാൻ എന്നു നിശ്ചയമുള്ളതുകൊണ്ട് സുഗ്രീവൻ ഹനുമാനോട് വിശേഷിച്ച് കാര്യം പറഞ്ഞു. വിക്രമനും വായുപുത്രനുമായ ഹനുമാനോട് സർവ്വവാനരനായകനായ സുഗ്രീവൻ പരമപ്രതിയായിട്ട് ഇപ്രകാരം പറഞ്ഞു: ഭൂമിയിലോ അന്തരീക്ഷത്തിലോ ആകാശത്തിലോ ദേവലോകത്തിലോ ജലത്തിലോ നിന്റെ ഗതിക്ക് പ്രതിബന്ധമൊന്നും ഞാൻ കാണുന്നില്ല. അസുരന്മാർ, ഗന്ധർവന്മാർ, നാഗന്മാർ, നരന്മാർ, ദേവതകൾ, സാഗരങ്ങൾ, പർവ്വതങ്ങൾ ഇവയൊത്ത സർവ്വലോകങ്ങളും നിനക്ക് പരിചയമുള്ളതാണ്. മഹാകവേ, ഗതി, വേഗം, തേജസ്, ലാഘവം എന്നിവയിൽ നീ നിന്റെ പിതാവായ തേജസ്സേറിയ മാരതന് സദൃശനാണ്. തേജസ്സിൽ നിനക്ക് തുല്യനായ ഒരു ജീവിയും ലോകത്തിലില്ല. ആകയാൽ സീതയെ കിട്ടാൻ നീ തന്നെ വേണ്ടത് ചിന്തിക്കണം. ഹനുമാൻ, നയപണ്ഡിതനായ നിന്നിലുണ്ട് ബലവും ബുദ്ധിയും പരാക്രമവും ദേശകാലാനുഗതിയും. കാര്യഭാരം ഹനുമാന് നിക്ഷിപ്തമായതുകൊണ്ട് ഹനുമാന്റെ സാമർഥ്യം അറിഞ്ഞ് രാമൻ ആലോചിച്ചു. സുഗ്രീവൻ സർവദാ ഹനുമാനിൽ നിശ്ചിതാർത്ഥനാണ്. കാര്യം കാണുന്നതിൽ ഹനുമാൻ തികച്ചും സമർത്ഥനുമാണ്. കർമ്മങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. സ്വാമിയാൽ നിയുക്തനായവൻ വഴി കാര്യം സാധിക്കുമെന്നത് തീർച്ച. കാര്യം നേടാൻ പോന്നവനാണ് ആ വാനരൻ എന്നറിഞ്ഞ് അതിതേജസ്വിയായ രാമൻ കൃതാർത്ഥനെ പോലെ അത്യന്തം പ്രഹഷ്ടേന്ദ്രിയനും സന്തുഷ്ടമാനസനുമായി തീർന്നു. പ്രീതനായ രാമൻ രാജപുത്രിക്ക് അഭിജ്ഞാനമായി തൻ്റെ പേരുകൊത്തിയ അടയാള മോതിരം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. വാനരോത്തമ, ഈ അടയാളത്താൽ സീത എൻ്റെ അടുത്തുനിന്ന് വന്നവനാണെന്ന് സംശയം കൂടാതെ നിന്നെ കരുതിക്കൊള്ളും. വീര, നിന്റെ ഉത്സാഹവും കരുത്തേറിയ വിക്രമവും സുഗ്രീവൻ നൽകിയ സന്ദേശവും എൻ്റെ കാര്യം സാധിച്ചതുപോലെയുള്ള തോന്നൽ ഉളവാക്കുന്നു. വാനരോത്തമനായ സുഗ്രീവൻ സർവ്വവാനരെയും വിളിച്ച് രാമൻ്റെ കാര്യസിദ്ധിക്ക് വേണ്ടി എല്ലാവരോടുമായി പറഞ്ഞു: വാനരോത്തമന്മാരായ നിങ്ങളേവരും ഞാൻ പറഞ്ഞതുപോലെ അന്വേഷിക്കണം. രാജാവിൻ്റെ ഉഗ്രശാസനം കേട്ട് വാനരവീരന്മാർ പാറ്റകൾ പോലെ ഭൂമിയെ മൂടിക്കൊണ്ട് പുറപ്പെട്ടു. സീതാലബ്ധിക്ക് ശേഷം കുറിച്ച മാസവും കാത്തുകൊണ്ട് രാമൻ ലക്ഷ്മണനോടൊത്ത് ആ പ്രസ്രവണത്തിൽ പാർത്തു. ഗിരിരാജനാൽ അമൃതവും രമ്യവുമായ ഉത്തരദിക്കിലേക്ക് വീരനായ ശതബലി പുറപ്പെട്ടു. കപിയോധനായ വിനതൻ കിഴക്കേ ദിക്കിലേക്ക് യാത്രയായി. പവനപുത്രൻ താരകാങ്കാദികളോടൊപ്പം അഗസ്ത്യൻ തെക്കേ ദിക്കിലേക്ക് പുറപ്പെട്ടു. വരണപാലിതവും ഘോരവുമായ പശ്ചിമദിക്കിലേക്ക് വാനരനായകനായ സുഷേണൻ പോയി. എല്ലാ ദിക്കിലേക്കും വേണ്ടവിധം വാനരന്മാരെ പറഞ്ഞയച്ച ശേഷം വാനരസേനാപതിയായ സുഗ്രീവൻ സസുഖം മോദമാർന്നു. രാജാവിനാൽ ഇപ്രകാരം നിയുക്തരായ വനരാധിപന്മാരേവരും താന്താങ്ങളുടെ ദിക്കിലേക്ക് വേഗം യാത്രയായി. ഇങ്ങനെ യാത്രയായ വാനരയൂഥങ്ങൾ ആർത്തും തിമർത്തും കൂയും അലറിയും ഓടിയും യാത്ര ചെയ്തു. സീതയെ നമുക്ക് കൊണ്ടുവരാം, നമുക്കിന്ന് രാവണനെ കൊല്ലാം. പോരിനെത്തിയ രാവണനെ ഞാൻ ഒറ്റയ്ക്ക് കൊല്ലും. മറ്റരക്കരയും ഒടുക്കി ബലാൽ സീതയെ കൊണ്ടുപോലും. നിങ്ങളിവിടെ നിന്നോളിൻ. പാതാളത്തിൽ നിന്ന് പോലും വിറകൊള്ളുന്ന വൈദേഹിയെ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുവരും. ഭൂമിയെ പിളർക്കും, പർവ്വതങ്ങളെ തകർക്കും, മരങ്ങളെ ഊതിമറിക്കും, കടലുകളെ കലക്കും. 1 യോജന ഞാൻ ചാടും, സംശയമില്ല. 100 യോജന ഞാൻ, അതിലും ഒരു 100 അധികം ഞാൻ. മണ്ണിലോ കടലിലോ
കുന്നിലോ കാട്ടിലോ പാതാളത്തിലോ നടുക്കോ എൻ്റെ പോക്കിനൊരു തടസ്സവും ഏർപ്പെടരുത്. എന്നിപ്രകാരം ബലഗർഭിതരായ ഓരോ വാനരന്മാരും വാനരാജാവിൻ്റെ സന്നിധിയിൽ വെച്ച് പറഞ്ഞു. എല്ലാ വാനരന്മാരും സീതാന്വേഷണത്തിനായി പല ദിക്കിലേക്ക് പുറപ്പെട്ടു. അംഗദനോടൊപ്പം പുറപ്പെട്ട ഹനുമാൻ സുഗ്രീവനാൽ നിർദ്ദിഷ്ടമായ തെക്കേ ദിക്കിലേക്ക് വേഗം പുറപ്പെട്ടു. കാടും മേടും പുഴകളും കടന്ന് ഹനുമാൻ വിന്ധ്യൻ്റെ ഗുഹകളിലും കാടുകളിലും സിംഹങ്ങളിലും വ്യാഘ്രങ്ങളും പറക്കുന്ന മടകളിലും മലഞ്ചെരുവുകളിലും ചോലകളിലും ഒക്കെ തിരഞ്ഞു. പർവ്വതത്തിന് തെക്കുപടിഞ്ഞാറെ കൊടിപൊടി മുകൾ അവർ കയറി. അരഞ്ഞു നോക്കി, എങ്ങും സീതയെ കണ്ടില്ല. ഗജൻ, ഗവാക്ഷൻ, ഗവയൻ, ശരഭൻ, ഗന്ധമാദനൻ, മൈന്ദൻ, ദ്വിതൻ, ഹനുമാൻ, ജാമ്പവാൻ, യുവരാജാവ് അംഗദൻ, വനവാസി താരൻ എന്നിവർ കുന്നിൻ മുകളിൽ നിരകൾ നിറഞ്ഞ ദേശങ്ങൾ തെരഞ്ഞ് തെക്കേ ദിക്കിൽ ഒരു മറവില്ലാത്ത ബിലം കണ്ടു. സാമോദം അവർ ആ ബിലത്തിലെത്തി. കുന്നിനത്ത വായുപുത്ര ഹനുമാൻ കാട്ടിലും കുന്നിലും പ്രീതരമായ ഘോരന്മായ വാനരന്മാരോട് ഇങ്ങനെ പറഞ്ഞു: കുന്നിൻ നിരകൾ തൊട്ടില് തെന്നാട്ടിലെല്ലാം നാം തേടിത്തളർന്നു, സീതയെ കണ്ടതുമില്ല. ഈ ബിലത്തിൽ നിന്ന് ഹംസങ്ങളും ക്രോഞ്ചങ്ങളും സാരസങ്ങളും ചക്രവാകങ്ങളും പറന്നു പൊങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കിണറോ കയമോ ഉണ്ട് തീർച്ച. അത് കേട്ട് അവരേവരും ഇരുട്ടുമൂടി ആ ബിലത്തിൽ പ്രവേശിച്ചു. അവിടെ സൂര്യനോ ചന്ദ്രനോ ഇല്ല. പലതരം മരങ്ങൾ തിങ്ങി ആ ബിലത്തിൽ തമ്മിൽ പിടിച്ചുകൊണ്ടൊരു യോജന ദൂരം സഞ്ചരിച്ചു. അവർ ദാഹിച്ച് ജലം തേടി മതിമങ്ങി കുറച്ചുകാൽ മടികൂടാതെ അതിൽ നടന്നു. തളർന്ന മുഖം വാടി നടക്കവേ വാനരോട് വെളിച്ചം കണ്ടു. അവർക്കപ്പോൾ ജീവിതത്തിൽ ആശയില്ലാതായിരുന്നു. ഇരുട്ടില്ലാത്ത ഇടത്തെത്തി. അവിടെ അവർ അഗ്നി പോലെ തിളങ്ങുന്ന പൊന്മയങ്ങളായ മരങ്ങൾ കണ്ടു. വിളങ്ങുന്ന പൊന്മങ്ങളായ മരങ്ങളാലും പക്ഷികൾ നിറഞ്ഞ നീലവൈഢൂര്യ വർണ്ണമായ പൊയ്കകളാലും ബാലാർക്ക സന്നിഭങ്ങളായ വലിയ കനകവൃക്ഷങ്ങളാലും സ്വച്ഛ ജലത്തോടും കൂടിയ സരസ്സുകളാലും വിളങ്ങുന്ന ദേശം അവർ കണ്ടു. പവിഴത്തിനും രത്നത്തിനും തുല്യങ്ങളും പൂവും കായം നിറഞ്ഞതുമായ പൂവൻ വണ്ടുകൾ മുളരുന്നതും തേൻ പൊഴിയുന്നതുമായ മരങ്ങളെങ്ങും കാണപ്പെട്ടു. ആ ബലത്തിൽ തേടവേ ശൂരന്മാരും പ്രഭാരമായ വാനരന്മാർ അധികം അകലെയല്ലാതെ ഒരു സ്ത്രീയെ കണ്ടു. മാൻതോലും മരവുരിയും ധരിച്ചവളും നിയതാഹാരയും താപസിയും തേജസ് കൊണ്ട് തിളങ്ങുന്നവളുമായ അവളെ കണ്ടു വിസ്മയമാണ്ട് വാനരന്മാർ അവിടെ നിലകൊണ്ടു. ഹനുമാൻ ചോദിച്ചു: ഭവതി ആരാ? ഈ ബിലം ആരുടെ? ഗിരിസദസ്സനായ ഹനുമാൻ പിന്നെ വൃദ്ധയായ അവരെ വന്ദിച്ച് കൂപ്പുകൈയോടെ അന്വേഷിച്ചു. ഭവതി ആരാണ്? ഭവനവും ബിലവും ഈ രത്നങ്ങളും ആരുടെ എന്ന് പറഞ്ഞാലും. മരവരിയും മാൻതോലും അണിഞ്ഞവളും ധർമ്മചാരിണിയും മഹാഭാഗയുമായ തപസ്തിയോട് ഹനുമാൻ അറിയിച്ചു: വിശപ്പുദാഹം കൊണ്ട് തളർന്നവരും എല്ലാം കൊണ്ടും വലഞ്ഞവരുമായ ഞങ്ങൾ പെട്ടെന്ന് ഇരുളഞ്ഞ ഈ ബിലത്തിലകപ്പെട്ടു. വെള്ളം തേടിയാണ് ഈ മണ്ണിലെ വൻമടയിൽ കടന്ന്. എന്നാൽ ഇമ്മട്ട് പലതരം അത്ഭുതകരങ്ങളായ വസ്തുക്കൾ കണ്ട് ഞങ്ങൾ പരിഭ്രാന്തരും നഷ്ടചിത്തരും വ്യഥിതരുമായിരിക്കുന്നു. സ്വന്തം മഹത്വം കൊണ്ടാണോ അതെങ്കിൽ ആരുടെയെങ്കിലും തപോബലം കൊണ്ടാണോ ഇതൊക്കെ തീർത്തിരിക്കുന്നത്? മനോഹരമായ സൗധങ്ങളും രാജഗേഹങ്ങളും പൂങ്കായം നിറഞ്ഞ സുരബലങ്ങളും പുണ്യങ്ങളായ പൊന്മരങ്ങളും ഇവയെല്ലാം ആരുടെ തേജസ് കൊണ്ടുണ്ടായതാണ്? താപസി മറുപടി പറഞ്ഞു: വാനരോത്തമ, മയൻ എന്നുപേരായ മഹാതേജസ്വിയായ മായാവിയാൽ തീർക്കപ്പെട്ടതാണ് ഇക്കാണായ കാനനമാകെ. ബ്രഹ്മാവ് ഈ ഉത്തമവനം ഹേമ എന്ന അപ്സരസിന് നൽകി. മേരുസാവർണിയുടെ മകൾ സ്വയംപ്രഭയാണ് ഞാൻ. ഹേ വാനരോത്തമ, ഞാൻ ഹേമയുടെ ഈ ഭവനം കാത്തുപോരുന്നു. എൻ്റെ പ്രിയ സഖിയായ ഹേമ നൃത്തഗീത വിദഗ്ധയാണ്. അവൾ എനിക്ക് വരം നൽകിയിട്ടുണ്ട്. ഞാൻ ഈ മഹത്തായ ഭവനം കാത്തുപോരുന്നു. എന്തു കാര്യത്തിനാണ് നിങ്ങൾ കാട്ടിൽ കിടന്ന് കടക്കാനാവാത്ത ഈ വനം നിങ്ങൾ കണ്ടെത്തിയതെങ്ങനെ? ശുദ്ധമായ ഭക്ഷണപദാർത്ഥങ്ങൾ, കിഴങ്ങളും കായ്കളും ഇതാ. ഇവ തിന്ന് ജലപാനവും ചെയ്ത് ഒക്കെ എന്നോട് പറയുവിൻ. മാരുതി അവളുടെ വാക്കുകൾ കേട്ട് എല്ലാം നേരെ പറയുവാൻ തുടങ്ങി. ശ്രീരാമനും ദശരഥനുമായ രാമൻ ദണ്ഡകവനത്തിൽ പ്രവേശിച്ചതും സോദരൻ ലക്ഷ്മണനും ഭാര്യയും സീതയും ഒപ്പം പോകുന്നതും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ
ജനസ്ഥാനത്തിൽ നിന്ന് ബലേന രാവണ അപഹരിച്ചതും സുഗ്രീവൻ എന്ന വാനരൻ്റെ മിത്രമായതും എല്ലാം വിശദമായി പറഞ്ഞു. നിങ്ങൾ ഒത്തൊരുമിച്ച് കാമരൂപിയും രാക്ഷസനുമായ രാവണനെയും സീതയും തേടുവിൻ എന്നാണ് ഞങ്ങൾക്കുള്ള നിർദ്ദേശം. കാടുകളിലെല്ലാം തിരഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തി. ദാഹിച്ച് വലഞ്ഞ ഞങ്ങൾക്ക് ഇതിനുള്ളിൽ കിടക്കാമെന്ന് ഞാൻ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഇവർ വെള്ളം കുടിക്കാനായി വന്നത്. വിശപ്പ് കൊണ്ട് ചാവാറായ ഞങ്ങളെയെല്ലാം ഭഗവതി രക്ഷിച്ചു. ഇതിന് പ്രത്യുപകാരമായി വാനരന്മാർ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാലും എന്ന് പറയവേ സർവജ്ഞനായ സ്വയംപ്രഭ അവരോട് ഏവരോടുമായി പറഞ്ഞു. വേഗവാന്മാരായ വാനരന്മാരോടെല്ലാം ഞാൻ പ്രീതയായിരിക്കുന്നു. ധർമ്മം ആചരിക്കുന്ന എനിക്ക് ആരുമൊന്നും ചെയ്യേണ്ടതില്ല. ധർമ്മചാരണിയായ ഭഗവതിയെ ഞങ്ങളേവരും ശരണം പ്രാപിച്ചിരിക്കുന്നു. മഹാത്മാവായ സുഗ്രീവൻ ഞങ്ങൾക്ക് അനുവദിച്ചെന്ന കാലം ഈ ബലത്തിൽ കറങ്ങി കഴിഞ്ഞുപോയി. സുഗ്രീവാജ്ഞ അതിക്രമിച്ച് ആയുസറ്റ ഞങ്ങളെ അവിടെ നിന്ന് ഈ ബലത്തിൽ നിന്ന് പുറത്തു കിടത്തണം. സുഗ്രീവഭയത്താൽ ശങ്കിതരായ ഞങ്ങളെ ഭഗവതി രക്ഷിക്കണം. ഹനുമാൻ ഇങ്ങനെ പറയുകയെ താപസി പറഞ്ഞു. ഇവിടെ വന്ന ആരും ജീവനോടെ പുറത്തു കിടക്കാൻ എളുപ്പമല്ല. വ്രതങ്ങൾ കൊണ്ടും തപസ്സുകൊണ്ടും നേടിയ പ്രഭാവത്താൽ സകല വാനരന്മാരെയും ഞാൻ ഇവിടെ നിന്ന് പുറത്തു കിടത്താം. വാനരശ്രേഷ്ഠരെ ഏവരും കണ്ണടയ്ക്കുവിൻ. കണ്ണടയ്ക്കാതെ ആർക്കും ഇതിന് പുറത്തു പോകാനാവില്ല. വിഷം പിടിച്ച ബുലത്തിൽ നിന്ന് അവൾ ഞൊടിയിടയിൽ അവരെ എല്ലാവരെയും പുറത്താക്കി. ധർമ്മചാരണിയായ താപസി പറഞ്ഞു. ഇതാ പലതരം വള്ളികളും മരങ്ങളും തിങ്ങി വിന്ധ്യപർവ്വതം, ഇതാ പ്രസവണപർവ്വതം, ഇതാ വൻകടലായ സാഗരം. വാനരോത്തമരെ നിങ്ങൾക്ക് സ്വസ്തി ഭവിക്കട്ടെ. ഞാൻ ഭവനത്തിലേക്ക് മടങ്ങുന്നു. ഇതും പറഞ്ഞ് സ്വയംപ്രഭ അവിശിഷ്ടമായ ബലത്തിൽ പ്രവേശിച്ചു. ഘോരങ്ങളായ തിരകളെ അടിച്ചാർന്ന് ഗർജിക്കുന്നതും അതിരറ്റതും വരുണാലയമായ ഭയങ്കര സാഗരം അവർ കണ്ടു. എങ്ങും സീതയെ കണ്ടെത്താതെ 1 മാസം കഴിഞ്ഞത് അറിഞ്ഞില്ല. അങ്ങനെ ഇനി തിരിച്ചു പോയാൽ നമുക്ക് സുഗ്രീവനിൽ നിന്ന് മരണം മാത്രമേ കിട്ടൂ. താരാധിപതുല്യനായ താരൻ ഈ വിധം പറവേ അംഗദൻ രാജ്യം അപഹരിച്ചു എന്ന് കരുതി ഹനുമാൻ ബാലിപുത്രൻ എല്ലാവരും വളരെയധികം വിഷമിച്ചു. ഒരു തരത്തിൽ തങ്ങൾക്ക് സീതയെ കണ്ടെത്താൻ കഴിയുകയില്ല എന്നുള്ള വിഷമത്താൽ അംഗദൻ പറഞ്ഞു. എൻ്റെ അമ്മയായ താരയെയും ഭാര്യയാക്കി ജീവിക്കുന്ന സുഗ്രീവൻ നമ്മളെ എല്ലാവരെയും കൊല്ലും. നമുക്ക് ഇവിടെ പ്രായോപവേശം ചെയ്യാം, മരണത്തെ പ്രാപിക്കാം. എത്ര നല്ലവനായിരുന്നു ജടായു. അദ്ദേഹം രാമനു വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ചില്ലേ? ആ ജടായുവിന് കിട്ടിയ ഭാഗ്യം പോലും നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന അംഗദാദി വാനരന്മാരെ കണ്ട് സമ്പാദി എന്ന ജടായു സഹോദരൻ ചോദിച്ചു. വാനരന്മാരുടെ മുമ്പിലെത്തി. നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ കരുതി എനിക്ക് നടക്കാൻ കഴിയില്ലെങ്കിലും എനിക്ക് ആഹാരം ഈശ്വരൻ എത്തിച്ചു തന്നു എന്ന്. പക്ഷേ നിങ്ങളിപ്പോൾ സുഗ്രീവൻ്റെ പേര് പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾ സുഗ്രീവനെ അറിയുന്നത്. ഹനുമാൻ തങ്ങളുടെ കഥകൾ മുഴുവൻ പറഞ്ഞു. ജടായുവിനു വേണ്ടി തനിക്ക് ശ്രാദ്ധകർമ്മം ചെയ്യുവാൻ സഹായിക്കുവാൻ സമ്പാദി വാനരന്മാരോട് പറഞ്ഞു. തങ്ങൾ അങ്ങനെ ചെയ്തു തരികയാണെങ്കിൽ പൂർണ്ണമായും സീതാപഹരണത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം എന്ന് സമ്പാദി പറഞ്ഞു. അവരുടെ സഹായത്തോടെ സമ്പാദി ശ്രാദ്ധകർമ്മങ്ങൾ അനുഷ്ഠിച്ചു. രാവണൻ
കൊണ്ടുപോകുന്നത് കണ്ടുവെന്നും ലങ്കയിലേക്കാണ് കൊണ്ടുപോയതെന്നും ലങ്കയിൽ അശോകവനിയിൽ സീത വിശ്രമിക്കുന്നുണ്ടെന്നും സമ്പാതി പറഞ്ഞു തീർന്നതോടെ തനിക്ക് പണ്ട് സുഗ്രീവനോട് മത്സരിച്ച് ജടായുവുമായി മത്സരിച്ച് സൂര്യൻ്റെ മുന്നിലേക്ക് പറന്നുയർന്ന സമ്പാതി ചിറകുകൾ കരിഞ്ഞു വീണതാണെങ്കിലും ഈ രാമൻ്റെ സീതയുടെ കഥ പറഞ്ഞതോടുകൂടി ചിറകൾ തിരിച്ചു കിട്ടുകയും സന്തോഷത്തോടുകൂടി പറന്നു പോവുകയും ചെയ്തു. തുടർന്ന് ആര് ഇനി ലങ്കയിലേക്ക് പോകും എന്ന ചർച്ചയായി. എല്ലാ വാനരന്മാരും തങ്ങൾക്ക് എത്ര ചാടാൻ കഴിയും എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജാംബവാൻ പറഞ്ഞു, ഇവിടെ നിന്ന് ലങ്കയിലേക്ക് ചാടി സീതയെ കണ്ട് തിരിച്ചു വിടുവാൻ കഴിവുള്ള ഹനുമാൻ കൂടെയുള്ളപ്പോൾ എന്തിനു വിഷമിക്കണം? ഹനുമാന് തീർച്ചയായും ലങ്കയിലെത്തുവാനും സീതയെ കണ്ടുപിടിക്കാനും കഴിയും. അവൻ പണ്ട് സൂര്യനു തുല്യം ചാടിയവനാണ്. സൂര്യനെ പഴമാണെന്ന് കരുതി ഭക്ഷിക്കുവാനായി ചാടിയവനാണ് ഹനുമാൻ. അതുകൊണ്ട് ഹനുമാന് തീർച്ചയായും കഴിയും. ഇങ്ങനെ പറയുന്നത് കേട്ട് ഹനുമാൻ ശോകം വെടിഞ്ഞു. എല്ലാ വാനരന്മാരും മഹാനായ ഹനുമാനെ പുകഴ്ത്തി. മഹാബലനായ ഹനുമാൻ മഹേന്ദ്രപർവ്വതത്തിന് മുകളിലേക്ക് കയറി അവിടെ നിന്ന് മനസ്സ് ഏകാഗ്രമാക്കി മനസ്സിൽ ലങ്ക മാത്രം നിറച്ച് വനവാസികളോട് പറഞ്ഞു, ചാട്ടത്തിൽ എൻ്റെ വേഗം തടുക്കാൻ ലോകത്തിൽ ആർക്കുമാകില്ല. പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഈ മഹേന്ദ്രഗിരിയുടെ ശിഖരങ്ങൾ ഉറപ്പും വലിപ്പവുമാർന്നവയാണ്. പലതരം വള്ളികളും മരങ്ങളും നിറഞ്ഞതും ധാതുക്കൾ കൊണ്ട് ശോഭിക്കുന്നതുമായ മഹേന്ദ്ര ശിഖരങ്ങളിൽ ഞാൻ വേഗം കൈക്കൊള്ളാം. ഇവിടെ നിന്ന് 100 യോജന ചാടുന്ന എൻ്റെ വേഗം ഈ വലിയ ശിഖരങ്ങൾ താങ്ങിക്കൊള്ളും. പിന്നെ മാരുതതുല്യനും വൈരിമാരകനും ആയ മാരുതി ശ്രേഷ്ഠമായ മഹേന്ദ്രപർവ്വതത്തിൽ കയറി. പലതരം പൂക്കൾ നിറഞ്ഞ് മാനുകൾ മേയുന്ന പുൽത്തകിടികളാർന്ന് വള്ളികളും പൂക്കളും നീങ്ങി എങ്ങും പൂവും കായുമുള്ള മരങ്ങൾ വളർന്ന് സിംഹങ്ങളും കടവുകളും വിലസി മതയാനകൾ വിളയാടി നിർച്ചാട്ടങ്ങൾ ചാർത്തി വിളയുന്ന മഹേന്ദ്രപർവ്വതത്തിന് തുംഗശൃംഗങ്ങളിൽ ഇന്ദ്രസമക്രമനും മഹാബലനുമായ കവീന്ദ്രൻ സഞ്ചരിച്ചു. മഹാത്മാവന്റെ പാദങ്ങളുടെ പീഡനമേറ്റ് ആ മഹാഗിരി സിംഹത്തിൻ്റെ തലയേറ്റ കൂറ്റൻ മതയാനയെപ്പോലെ അലറി. നിർച്ചാലുകൾ കുത്തിയൊഴുകി, പാറകൾ തകർന്നു, ആനകളും മാനുകളും നടുങ്ങി, വൻമരങ്ങൾ കുലുങ്ങി, പാമ്പുകൾ പോയി ഒളിച്ചു. പർവ്വതത്തിലെ കൊടുമുടികളിൽ നിന്ന് അപ്പോൾ പാറകൾ അടർന്നു വീണു. പകുതി പുറത്തായി ചേർന്ന പാമ്പുകളെ കൊണ്ട് ആ പർവ്വതം കൊടിക്കൂറുകൾ തൂങ്ങിയതുപോലെ തിളങ്ങി. പേടിച്ചരണ്ട ഋഷികളാൽ ഉപേക്ഷിക്കപ്പെടുന്ന ആ ശിലോച്ഛയം കൊടുങ്കാട്ടിൽ കൂട്ടം വിട്ട വഴിപോക്കരെ പോലെയായി. വേഗവാനും വേഗത്തിൽ ഉള്ളുറപ്പിച്ചനും വൈരിഘാതകനും മഹാനുഭാവനും ധീരനുമായ ആ വാനശ്രേഷ്ഠൻ മനസ്സ് ഏകാഗ്രമാക്കി മനസാലങ്കയെ പ്രാപിച്ചു. ഇനി ശ്രീരാമചന്ദ്രൻ്റെ ദൂതനായ ഹനുമാൻ മഹേന്ദ്രപർവ്വതത്തിൽ നിന്നും ലങ്കയിലേക്ക് ഗമിക്കുന്ന ഉത്തരകാണ്ഡമാണ്. ഉത്തരകാണ്ഡത്തിലെ കഥകൾ നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ സുന്ദരകാണ്ഡമാണ്. സുന്ദരകാണ്ഡത്തിലെ കഥകൾ നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹര നമ പാർവതീപതയേ, ഹര ഹര മഹാദേവ.